ഏവർക്കും UBIYA ബ്ലോഗിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് ഒരു ദിവസത്തെ ഊട്ടി യാത്രയിലാണ്. ലവ് ഷോർ എന്ന ടെമ്പോ ട്രാവലർ കൃത്യം പുലർച്ചെ 3 മണിക്ക് തന്നെ ഞങ്ങളുടെ ഗ്രാമത്തിലെ അയ്യാത്തപ്പറമ്പിലെത്തി. കുട്ടികളും മുതിർന്നവരുമടക്കം ഞങ്ങൾ 17 അംഗങ്ങളാണ് യാത്ര ചെയ്യുന്നത്. യാത്രയിൽ കഴിക്കാനുള്ള ബിരിയാണി യാത്രയ്ക്ക് മുമ്പ് തന്നെ ഉമ്മ തയ്യാറാക്കിയിരുന്നു. കട്ടൻ ചായയും ഉണ്ണിയപ്പവും വേറെയും. 3:30 ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. യാത്രയുടെ പ്രധാന ലക്ഷ്യം തന്നെ നീലഗിരി ട്രെയിനിൽ ഒന്ന് യാത്ര ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ ഓടുന്ന ഇന്ത്യൻ ട്രെയിനുകളിൽ നിന്നും വളരെ വ്യത്യാസമുള്ള ഒരു ട്രെയിനാണ് ഈ ടോയ് ട്രെയിൻ. കൂനൂർ മുതൽ മേട്ടുപ്പാളയം വരെ ഈ ട്രെയിൻ ഓടുന്നത് നീരാവിക്കാണ്. അതും കയറ്റിറക്കമുള്ള പ്രദേശത്ത് കൂടിയാണെന്നോർക്കണം. നേരം പുലർച്ചെയായപ്പോഴേക്കും ഊട്ടിയുടെ നേരിയ തണുപ്പിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. രാവിലെ 8 മണിക്ക് ഞങ്ങൾ ഊട്ടി റെയിൽവേ സ്റ്റേഷനിലെത്തി. സ്റ്റേഷനിലെ 5 രൂപയ്ക്കുള്ള ബാത്റൂം സൗകര്യം ഉപയോഗപ്പെടുത്തി. സ്റ്റേഷനിലെ തന്നെ ഹോട്ടലിൽ നിന്നും നല്ല ചൂട് ദോശയും വടയും ചായയും കുടിച്ച് വിശപ്പകറ്റിയ ശേഷം ഞങ്ങൾ കമ്പാർട്ട്മെന്റിലേക്ക് നീങ്ങി. ട്രെയിനിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഒരു ഉദ്യോഗസ്ഥൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, പ്രത്യേകിച്ച് ബോഗികളുടെ വിൻഡോകളെല്ലാം തന്നെ ഓപ്പൺ ആണ്. നിങ്ങൾ സെൽഫി എടുക്കുന്ന തിരക്കിലായിരിക്കും. അതേസമയം കുട്ടികൾ ഇതൊന്നും അറിയാതെ കയ്യും തലയും പുറത്തേക്കിടും. അപകടമുണ്ടാകും. മറ്റു ട്രെയിനുകളെ അപേക്ഷിച്ച് സ്പീഡ് ഇത്തിരി കുറവാണെങ്കിലും ബോഗികൾ ഇരുവശത്തേക്കും തെന്നിയാണ് ട്രെയിൻ ചലിക്കുക. എന്നിങ്ങനെയുള്ള യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വിവരിച്ചു തന്നു. അതാ കൃത്യസമയത്ത് തന്നെ ടോയ് ട്രെയിൻ എത്തി. രണ്ടാഴ്ച മുമ്പ് തന്നെ ടിക്കറ്റ് എടുത്തു വെച്ചിരുന്നതിനാൽ D1 എന്ന ഈ ബോഗിയിൽ സീറ്റ് കണ്ടെത്തി. എല്ലാവരും അവനവന്റെ സ്ഥാനം പിടിച്ചു. എത്ര പെട്ടെന്നാണ് സീറ്റുകളെല്ലാം ഫുള്ളായതെന്ന് ഓർക്കണം. പല സംസ്ഥാനങ്ങളിലുള്ള ടൂറിസ്റ്റുകളാണ് കൂടുതലും. ഇവരെല്ലാം തന്നെ ഈ ടോയ് ട്രെയിനുള്ള യാത്ര അനുഭവിച്ചറിയാൻ വേണ്ടി മാത്രം ഇതിൽ കയറിയവരാണ്. നാലാക്കവിടെ ഇരിക്കുക, ഒരു മൂന്നാളോ. ജിയോടുണ്ട്. ഈ ടോയ് ട്രെയിനിൽ യാത്ര ചെയ്യാൻ ടിക്കറ്റ് എങ്ങനെ എടുത്തു എന്ന് കൂടി പറയാം. IRCTC എന്ന ഇന്ത്യൻ റെയിൽവേയുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തതിന് ശേഷം മൊബൈൽ നമ്പറും ആധാർ നമ്പറും ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാസത്തിൽ 26 ടിക്കറ്റ് വരെ ഒരാൾക്ക് എടുക്കാൻ പറ്റും. അതേസമയം ഒരേ സമയം 6 പേർക്ക് മാത്രമേ ടിക്കറ്റ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. സ്റ്റേഷനുകളുടെ യഥാർത്ഥ പേരുകൾ നൽകിയാൽ ട്രെയിനുകളുടെ സമയക്രമീകരണങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ ഈ ആപ്പിൽ നിന്നും നമുക്ക് സാധിക്കും. ഞങ്ങൾ ഊട്ടിയിലേക്ക് ഒരു ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഉദകമണ്ഡലത്തിൽ നിന്നും കൂനൂർ വരെയുള്ള 1 മണിക്കൂർ ദൈർഘ്യമുള്ള യാത്രയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. തിരിച്ച് കൂനൂരിൽ നിന്നും ഉദകമണ്ഡലത്തിലേക്കും. സമയമുള്ളവർ ഉദകമണ്ഡലത്തിൽ നിന്നും മേട്ടുപ്പാളയം വരെയുള്ള യാത്ര ചെയ്യാൻ ശ്രമിക്കണം. അതാണ് ഈ ട്രെയിൻ യാത്രയിലെ മനോഹാരിത നിറഞ്ഞ യാത്ര. ഇനി ഈ യാത്രയ്ക്ക് എത്ര ചിലവ് വന്നു എന്നല്ലേ?
ജനറൽ ടിക്കറ്റ് എടുക്കാൻ 150 രൂപയാണ്. കൂടാതെ ഇൻഷുറൻസും GSTയും എല്ലാം അടക്കം 165 രൂപ വരെ വരും. ഇനി ഏജന്റ് വഴിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു ടിക്കറ്റിന് 30 രൂപ കൂടി എക്സ്ട്രാ വരികയും ചെയ്യും. ഞാൻ ഓൺലൈൻ വഴി ശ്രമിച്ചെങ്കിലും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള പ്രയാസം കാരണം നമ്മുടെ നാട്ടിലെ തന്നെ ഒരു ഏജന്റിനെ ഏർപ്പാടാക്കി എല്ലാവർക്കുമുള്ള ടിക്കറ്റുകൾ എടുത്തു. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ടതില്ല. എന്നാൽ അവരുടെ പേരുകൾ സീറ്റില്ലാതെ രജിസ്റ്റർ ചെയ്യണം. ഞങ്ങൾ 13 ടിക്കറ്റ് ഉദകമണ്ഡലത്തിൽ നിന്നും കൂനൂരിലേക്കും 13 ടിക്കറ്റ് കൂനൂരിൽ നിന്ന് ഉദകമണ്ഡലത്തിലേക്കും എടുത്തിരുന്നു. യാത്രയിൽ കണ്ട കാഴ്ചകൾ വളരെ മനോഹരമായിരുന്നു. പ്രധാനമായും ഈ യാത്രയിൽ 2-3 ടണലുകളുണ്ട്. അതിൽ കൃത്രിമമായി ഉണ്ടാക്കിയതും പാറ വെട്ടിപ്പൊളിച്ച് തുരങ്കമുണ്ടാക്കിയവയുമുണ്ട്. ഒരുപാട് വളവുകളുമുണ്ട്. ഓരോ വളവെത്തുമ്പോഴും നീണ്ട ഹോൺ മുഴക്കി വളഞ്ഞുകൊണ്ട് നീങ്ങുന്ന ട്രെയിനിന്റെ ബോഗികൾ കാണാൻ നല്ല ചന്തമാണ്. മനോഹരമായ താഴ്വര കാഴ്ചകൾ കണ്ടുള്ള യാത്ര കണ്ണിന് കുളിർമയേകുന്നതാണ്. കൂനൂരിലേക്കുള്ള യാത്രയാണെങ്കിലോ നേരിയ ഇറക്കവുമാണ്. വലിയ മലകളുടെ ഓരത്തുകൂടെയും ഇരുവശത്തും തല ഉയർത്തി നിൽക്കുന്ന യൂക്കാലിപ്സ് മരങ്ങൾക്കിടയിലൂടെയും വൻ മരങ്ങളെയെല്ലാം പിന്നിലാക്കിക്കൊണ്ടും യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു ഭാഗത്ത് ഊട്ടിയുടെ താഴ്വാരങ്ങളിലുള്ള വീടുകളും ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങളും കൃഷിയിടങ്ങളുമെല്ലാം കാണാം. എന്നാൽ ഞാനേറെ ആസ്വദിച്ചത് നല്ല തണുത്ത മന്ദമാരുതനെയായിരുന്നു. ശരിക്കും കുളിരേകുന്ന, മനസ്സിനെ ശാന്തമാക്കുന്ന, മാനസിക സമ്മർദ്ദങ്ങളെല്ലാം അകറ്റുന്ന ശുദ്ധവായു ശ്വസിച്ചുകൊണ്ടുള്ള ഊഷ്മളമായ യാത്ര. കൂനൂരിലേക്ക് പോകുന്ന ഈ യാത്രയിൽ ട്രെയിനിന്റെ എഞ്ചിൻ മുന്നിലാണുള്ളത്, 6 ബോഗികൾ പിന്നിലും. ഈ 1 മണിക്കൂർ യാത്രക്കിടയിൽ 3-4 സ്റ്റേഷനുകളുണ്ട്. 2 റെയിൽവേ ഗേറ്റുകളും വാഹനങ്ങൾ ഇരുവശത്തും കാത്തുകിടക്കുന്നതും കാണാൻ സാധിച്ചു. ഓരോ സ്റ്റേഷനിലും 5-ൽ താഴെയുള്ള മിനിറ്റുകൾ നിരത്തിയിട്ടതായി തോന്നി. സ്റ്റേഷൻ പരിസരങ്ങളെല്ലാം നല്ല വൃത്തിയുള്ളതാണ്, സംശയമില്ല. വില്ലിംഗ്ടൺ എന്ന സ്റ്റേഷന്റെ പുറകുവശത്തായി വസ്ത്രങ്ങൾ വിൽക്കുന്ന ഒരുപാട് കവലക്കച്ചവടക്കാരെ കാണാൻ കഴിഞ്ഞു.
ഒരു മര്യാദ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ പെട്ടെന്ന് വേഗത വളരെ കുറച്ചുകൊണ്ട് നീങ്ങാൻ തുടങ്ങി. ഞാനൊന്ന് പുറത്തേക്ക് എത്തി നോക്കിയപ്പോൾ കണ്ട കാഴ്ച അന്തം വിട്ടുപോയി. വളരെ ഉയരത്തിലുള്ള ഒരു പാലം, ട്രെയിനിന്റെ പാളത്തിനൊത്ത വീതി മാത്രം. ട്രെയിൻ വളഞ്ഞു പോകുമ്പോൾ ബോഗികളെല്ലാം പുറത്തേക്ക് തെന്നി നിൽക്കുന്നു. ശരിക്കും പേടിച്ചുപോയി. മറിയാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെയാകണം വളരെ പതുക്കെ ഇവിടെ ട്രെയിൻ നീങ്ങിയത്. അങ്ങനെ ട്രെയിൻ കൃത്യസമയത്ത് തന്നെ കൂനൂർ സ്റ്റേഷനിലെത്തി. ഞങ്ങൾ ഇവിടെ ഇറങ്ങി. തരക്കേടില്ലാത്ത ജനത്തിരക്ക് ഇവിടെയുമുണ്ട്. ₹5 കൊടുത്ത് അത്യാവശ്യമുള്ളവരൊക്കെ ബാത്റൂം സൗകര്യം ഉപയോഗപ്പെടുത്തി. അത്യാവശ്യം സെൽഫിയൊക്കെ ഒപ്പിയെടുത്തപ്പോഴേക്കും തിരിച്ച് ഉദകമണ്ഡലത്തിലേക്ക് യാത്ര ചെയ്യാനുള്ള മറ്റൊരു ട്രോയ് ട്രെയിൻ കാത്തുകിടപ്പുണ്ടായിരുന്നു. സ്റ്റേഷൻ പരിസരമെല്ലാം ഒന്ന് ക്യാമറയിൽ പകർത്തിയപ്പോഴേക്കും ട്രെയിൻ പുറപ്പെടാനുള്ള വിസിൽ മുഴങ്ങി കഴിഞ്ഞു. ഉദകമണ്ഡലത്തിലേക്കുള്ള യാത്രയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബോഗിയിൽ തന്നെ സീറ്റ് ലഭിച്ചു. ഈ യാത്രയിൽ കൂടുതലും കയറ്റമായതിനാൽ തന്നെ ട്രെയിനിന്റെ എഞ്ചിൻ എല്ലാ ബോഗികൾക്കും പിറകിലാണ്. അറിയാവുന്ന പാട്ടുകളെല്ലാം ഒപ്പിച്ചു പാടിക്കൊണ്ട് ഞങ്ങൾ യാത്ര ആഘോഷമാക്കി. ഞങ്ങളിതാ ഊട്ടിയിൽ തിരിച്ചെത്തി. എല്ലാവരും യാത്രയെ ആസ്വദിച്ചു എന്ന് മുഖത്തു നിന്നും വായിച്ചെടുക്കാം. എന്നാൽ ഈ സമയത്തും യാത്രക്കാരുടെ തിരക്ക് തന്നെയാണ്. അങ്ങോട്ട് പോട്ടെ അങ്ങോട്ട് പോട്ടെ അങ്ങോട്ട് പോട്ടെ. അങ്ങോട്ട് പോട്ടെ അങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ട്. മറ്റൊന്ന്, പ്രധാനമായിട്ടും ഊട്ടിയിൽ വന്നാൽ ഒന്ന് കുളിച്ച് ഫ്രഷാവാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ എത്തിയ ഉടനെ പല ലോഡ്ജുകളിലും അന്വേഷിച്ചു. എല്ലാവരും ഫുൾ റൂം എടുക്കാനാണ് ആവശ്യപ്പെടുന്നത്. എന്നാൽ ഊട്ടി ബസ് സ്റ്റാൻഡിന്റെ തൊട്ടുപുറകിലുള്ള ഒരു ലോഡ്ജിൽ വിളിച്ച് കാര്യം പറഞ്ഞു. ഒരാൾക്ക് 150 പറഞ്ഞെങ്കിലും 100 രൂപയ്ക്ക് സൗകര്യം ചെയ്തു തരാമെന്ന് സമ്മതിച്ചു.
2 റൂം ഞങ്ങൾക്കായി അവർ സജ്ജീകരിച്ചു തന്നു. ഞങ്ങൾ തയ്യാറാക്കി കൊണ്ടുവന്ന ബിരിയാണിയും കഴിക്കാനുള്ള സൗകര്യവും ഒരുക്കി തന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് എല്ലാവരും ഫ്രഷായി നേരെ പൈക്കര ബോട്ട് ഹൗസിലേക്ക് ഞങ്ങൾ നീങ്ങി. ട്രെയിൻ യാത്രയുടെ കാഴ്ചകളും യാത്രാനുഭവവും എവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ചിലവ് കുറഞ്ഞ ലോഡ്ജിന്റെ പേരും നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മാത്രമല്ല, ടിക്കറ്റ് എടുക്കാൻ ഏജന്റിന്റെ സഹായം വേണ്ടവർക്ക് ആ നമ്പറും താഴെ കൊടുക്കാം. തൽക്കാലം വിട.